നമസ്കാരം. കേരള ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയ കാരണഭൂതം പിണറായി വിജയൻ ഇപ്പോഴും വാ തുറന്ന് തൻ്റെ തോൽവി സമ്മതിച്ചിട്ടില്ല. താൻ തോൽക്കാൻ ജനിച്ചവനല്ല, അജയ്യനാണ് എന്ന് വിശ്വസിക്കുന്ന പിണറായി ഇപ്പോഴും മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കാതെ നടക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് അധികാരമൊഴിയാൻ മടിയാണ്. ക്ലിഫ് ഹൗസിൽ ജീവിച്ച് മരിക്കാം എന്നാണ് അദ്ദേഹം കരുതിയത്. അതുകൊണ്ടാണ് ക്ലിഫ് ഹൗസിന് 2ാം നിലയിലേക്ക് കയറാൻ 25 ലക്ഷം രൂപ മുടക്കി ലിഫ്റ്റ് പണിതത്. അതുകൊണ്ടാണ് ക്ലിഫ് ഹൗസിന് ചുറ്റുമതിൽ പണിയാൻ നമ്മുടെ 45 ലക്ഷം രൂപ മുടക്കിയത്. അതുകൊണ്ടാണ് ലക്ഷങ്ങൾ മുടക്കി ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്ത് നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ക്ലിഫ് ഹൗസിൻ്റെ സ്വിമ്മിംഗ് പൂൾ ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച് നീന്തി തുടിച്ചത്. പക്ഷേ എല്ലാം വൃഥാവിലായി. ക്ലിഫ് ഹൗസിൽ നിന്നും നാണം കെട്ട് ഇറങ്ങേണ്ടി വന്നു. പാർട്ടിയുടെ സമുന്നതനായ നേതാവാണല്ലോ, 18 വർഷം പാർട്ടി സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ആളാണല്ലോ. 10 വർഷം കൊണ്ട് പാർട്ടിയെ മുടിപ്പിച്ചെങ്കിലും മറക്കാൻ പറ്റുമോ എന്ന് കരുതി പാർട്ടി സെക്രട്ടറി മുൻകൈയെടുത്ത് AKG സെൻറ്ററിൻ്റെ ഭാഗമായി പണിതിരിക്കുന്ന ചിന്ത ഫ്ലാറ്റിലെ 2 അപ്പാർട്ട്മെൻറ്റുകൾ വിട്ടുകൊടുത്തു. പിണറായിയും ഭാര്യയും മാത്രമാണ് താമസിക്കുന്നതെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റൊന്നും പിണറായിയെ തൃപ്തിപ്പെടുത്തില്ല. അത് പാർട്ടി സെക്രട്ടറി പദവിയിലും മറ്റും ഇരിക്കുന്നവർക്ക്. 10 വർഷം മുഖ്യമന്ത്രി കസേരയിൽ ആഡംബര ജീവിതം നയിച്ച അനേകം വാഹനങ്ങളുടെ അകമ്പടിയിൽ ജീവിച്ച പിണറായിക്ക് ഒരു ഫ്ലാറ്റിൽ താമസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് 2 ഫ്ലാറ്റ് വിട്ടുകൊടുത്തത്. പക്ഷെ അവിടെ പോയി 2 ദിവസമേ താമസിച്ചുള്ളൂ. പിണറായിക്ക് പിടിച്ചില്ല. 2 ഫ്ലാറ്റ് ഉണ്ടെങ്കിലും ആ പരിമിതിയിൽ ഒതുങ്ങേണ്ടവനല്ല താൻ എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് നഗരത്തിൽ ഒരു വീട് അന്വേഷിച്ചു. അങ്ങനെ ഏതാണ്ട് 4500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു 2 നില വീട് പിണറായി വിജയൻ കണ്ടെത്തി. ആ വീട്ടിലേക്ക് ഇന്നലെ താമസം മാറി. പിണറായിയുടെ മുമ്പിലും പിമ്പിലും ഇന്നലെയും ഉണ്ടായിരുന്നു 2 പൈലറ്റ് വാഹനങ്ങൾ. കാരണം പേരിന് വേണ്ടിയാണെങ്കിലും ഇപ്പോഴും മുഖ്യമന്ത്രിയാണല്ലോ. ആ കസേരയിൽ കയറിയിരിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് കാവൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇപ്പോഴും അധികാരത്തിൻ്റെ സ്വാദ് ആസ്വദിക്കുകയാണ് പിണറായി. ഇതൊരു ചെറിയ വീടല്ല. നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിലെയും തക്കലയിലെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ ഉടമസ്ഥാവകാശത്തിലുള്ള നിംസ് മൈക്രോ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായി ആ ഹോസ്പിറ്റൽ ക്യാമ്പസിൽ തന്നെയുള്ള വീടാണിത്. ഒരു കാലത്ത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പേരുകേട്ട പ്രസവാശുപത്രിയായിരുന്നു അത്. ഈ അടുത്ത കാലത്താണ് നിംസ് ഏറ്റെടുത്തത്. വത്സല നഴ്സിംഗ് ഹോം എന്നായിരുന്നു അതിൻ്റെ പേര്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ നിന്നും റിസർവ് ബാങ്കിൻ്റെ സൈഡിലൂടെ ഇങ്ങോട്ട് പോയാൽ ഏറെ ദൂരമില്ലാതെ ഈ ആശുപത്രി കണ്ടെത്താം. ഈ വത്സല നഴ്സിംഗ് ഹോമിൻ്റെ ഉടമ ഒരു ഡോക്ടർ കുഞ്ഞമ്മ മത്തായി ആയിരുന്നു. അവർ മരിച്ചുപോയി. അവരുടെ മകൻ റോയിയാണ് ഈ ആശുപത്രി നിംസ് ഗ്രൂപ്പിന് വിറ്റത്. ആശുപത്രി വാങ്ങിയപ്പോൾ ആശുപത്രിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന ഈ ആഡംബര വീടും നിംസ് ഗ്രൂപ്പ് വാങ്ങുകയായിരുന്നു. ആ 4500 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലേക്കാണ് പിണറായി വിജയൻ മാറി താമസിച്ചിരിക്കുന്നത്. ആ മാറ്റത്തിൻ്റെ കാരണമായി പിണറായിയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് വിജയൻ സഖാവിനെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കണ്ടു ജീവിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് വളർത്തുനായ റോബിൻ അടക്കമുള്ള സംഘങ്ങളെ കൂടി പാർപ്പിക്കേണ്ടതുകൊണ്ട് വീടെടുത്തു എന്നാണ്. റോബിൻ നായയെ നമുക്കറിയാം. പിണറായി വിജയൻ മോഹൻലാലിനെ ഇൻ്റർവ്യൂ കൊടുത്ത് വോട്ട് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ റോബിനെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞിരുന്നു. റോബിൻ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ എത്തുന്ന കാക്കകളെ പിണറായി വിജയൻ ഊട്ടിക്കുന്ന കഥയും നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി അറിയേണ്ടത് റോബിൻ്റെ താമസം മാറുമ്പോൾ ആ കാക്കകൾ ഭക്ഷണം കഴിക്കാൻ എത്തുമോ എന്ന് മാത്രമാണ്. മറ്റൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 2ാം നിലയിലേക്ക് കയറാൻ ലിഫ്റ്റ് വെച്ച പിണറായി ലിഫ്റ്റില്ലാത്ത ഈ വാടക വീട്ടിൽ ലിഫ്റ്റ് വയ്ക്കുമോ എന്നുകൂടി അറിയണം. AKG സെൻറ്ററിൽ 2 ഫ്ലാറ്റുകൾ കിട്ടിയിട്ടും പിണറായി അത് വേണ്ടെന്ന് വെച്ച് മാറിയത് ചില ആശയക്കുഴപ്പങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും കാരണമാകുന്നുണ്ട്. 5 വർഷത്തേക്കാണ് പിണറായിയുടെ കുടുംബം വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് ഈ വീട്. അതിനർത്ഥം അടുത്ത 5 വർഷവും പിണറായി ഇവിടെ തന്നെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യം പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നില്ലേ എന്നതാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം തുടരുകയാണ്. ഡൽഹിയിൽ നടന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇത് ചർച്ചയായില്ല. എന്നാൽ പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുത് എന്ന നിലപാടുള്ളവർ പാർട്ടിയിലേറെയുണ്ട്. അടിമുടി പാർട്ടിയെ പുതുക്കി പണിയണമെങ്കിൽ പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുത്, പുതിയ പ്രതിപക്ഷ നേതാവ് അതായത് KN ബാലഗോപാൽ എത്തണമെന്ന് വിശ്വസിക്കുന്നവരാണ് പാർട്ടിയിൽ അധികവും. എന്നാൽ പിണറായി ഇപ്പോഴും ആ പദവി വിട്ടൊഴിയാൻ മടി കാണിക്കുന്നു. ആ പദവിയിൽ തന്നെ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു വാർത്തകൾ. അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് കിട്ടുന്ന ആനുകൂല്യങ്ങളും അധികാരവും ക്യാബിനറ്റ് പദവിയുമൊക്കെ വേണ്ടെന്ന് വയ്ക്കാൻ പിണറായിക്ക് മടിയാണ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ. CPIM ആവട്ടെ അതേക്കുറിച്ചൊരു അഭിപ്രായവും പറഞ്ഞുമില്ല.
ഇന്ന് CPM-ന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. നാളെയും മറ്റന്നാളുമാണ് സംസ്ഥാന കമ്മിറ്റി യോഗം. ഈ 3 ദിവസത്തിനിടയിൽ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് തീരുമാനമാകും. പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ AKG സെൻറ്ററിൽ തൽക്കാലം താമസിച്ചിട്ട് അവിടെ നിന്ന് കൻ്റോൺമെൻറ്റ് ഹൗസിലേക്ക് മാറാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് കൻ്റോൺമെൻറ്റ് ഹൗസിലേക്ക് മാറാതെ പുതിയ വാടക വീടെടുത്തത് എന്ന ചോദ്യം അർത്ഥമാക്കുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നില്ല എന്നത് തന്നെയാവാം. ഇനി കൻ്റോൺമെൻറ്റ് ഹൗസിന് അറ്റകുറ്റപ്പണികൾ ഉള്ളതുകൊണ്ടാവാം പിണറായി വാടക വീട്ടിലേക്ക് മാറിയത് എന്ന വാദവുമുണ്ട്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം അത്യാഡംബരത്തിൽ ജീവിക്കാൻ കഴിയൂ. കൻ്റോൺമെൻറ്റ് ഹൗസ് വളരെ പഴയ വീടാണ്. കൻ്റോൺമെൻറ്റ് ഹൗസ് പുതുക്കി പണിയാൻ നാളുകളെടുക്കും. അതുകൊണ്ടാണ് മാറിയത്. അത്രയും ദിവസം പോലും ഫ്ലാറ്റിൽ താമസിക്കാൻ പറ്റില്ലേ എന്ന ചോദ്യവും പ്രസക്തമാണ്. എന്തായാലും പിണറായി ആഡംബര വസതിയിലേക്ക് താമസം മാറിയത് ഒട്ടേറെ അഭ്യൂഹങ്ങൾക്ക് കാരണമാവുന്നു. പിണറായിയും ഭാര്യയും മാത്രമേ ഉള്ളൂ എന്നോർക്കണം. മകൾക്കും മരുമകനുമൊക്കെ വേറെ വസതിയുണ്ട്. മാത്രമല്ല മരുമകൻ MLA ആണെന്നും ഓർക്കണം. എന്തായാലും പിണറായിയുടെ ഈ ആഡംബര വസതിയിലേക്കുള്ള മാറ്റം ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും പിണറായിയുടെ വരുന്ന 5 വർഷത്തെ ജീവിതം എന്നതും പ്രസക്തമായ ചോദ്യമാണ്.